Dear students, welcome to Learner's World. In this video, I'm going to talk about 24 hours in Belgium, Be My 33rd Country by Sujit Paktan vlog, FIOGP MDC BA English, Introducing Travel Narratives, Journey Beyond Borders, second semester, Calcutta University. Sujit Paktan is an Indian YouTuber, travel vlogger, influencer, and food enthusiast from Kerala, India. He is best known for his YouTube channel, Tech Travel Eat by Sujit Paktan, which he launched in 2016. സുജിത് ഭക്തൻ ഒരു ഇന്ത്യൻ യൂട്യൂബറാണ്, ട്രാവൽ വ്ളോഗറാണ്, ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2016 Summary of 24 hours in Belgium, Be My 33rd Country by Sujit Paktan vlog. Sujit Paktan, a renowned travel vlogger from Kerala, India, documented his 33rd country visit in the video titled 24 Hours in Belgium, My 33rd Country. അപ്പോൾ സുജിത് ഭക്തൻ തൻ്റെ ചാനലിൽ, തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ബെൽജിയത്തിൽ 24 hours സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 33rd കൺട്രിയാണ് ഇത് വിസിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗറാണ് കേരളത്തിലുള്ള. In this vlog, Sujit explores various aspects of Belgium, including its culture and notable landmarks. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ സുജിത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത് ബെൽജിയത്തെക്കുറിച്ചിട്ടാണ്, ബെൽജിയത്തിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചിട്ടാണ്. അതുപോലെ ബെൽജിയത്തിൻ്റെ കൾച്ചർ, നോട്ടബിൾ ലാൻഡ്മാർക്സ്, ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദ വീഡിയോ ഇസ് പാർട്ട് ഓഫ് ഹിസ് യൂറോപ്പ് ട്രാവൽ സീരീസ് വേർ ഹി എക്സ്പ്ലോർ ഡിഫറെൻറ്റ് കൺട്രീസ് വിത്തിൻ എ ലിമിറ്റഡ് ടൈം ഫ്രെയിം. അപ്പോൾ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂറോപ്പ് ട്രാവൽ സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു ബെൽജിയം 24 hours in Belgium എന്ന് പറയുന്ന വീഡിയോ ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഡിഫറെൻറ്റ് കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ കൂടി ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഇത്. ഈ ഷെയർസ് എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് എക്സ്പീരിയൻസ് ഇൻ ബെൽജിയം, എ കൺട്രി നോൺ ഫോർ ഇറ്റ്സ് ഹിസ്റ്ററി, ഫുഡ് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ബെൽജിയത്തിലുള്ള എക്സ്പീരിയൻസസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, ചരിത്രത്തിലും അതുപോലെ ഫുഡ്, ആർക്കിടെക്ചർ, ഇതിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു കൺട്രിയാണ് ബെൽജിയം എന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹം ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സുജിത് ലാൻഡ് ഇൻ ബ്രസൽസ്, ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ഇപ്പോൾ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽസ് എന്ന് പറയുന്നത്. അവിടെയാണ് സുജിത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ടോക്സ് അബൌട്ട് ഹൗ ബ്രസൽസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഹബ് ഹോസ്റ്റിംഗ് യൂറോപ്യൻ യൂണിയൻ ഹെഡ് ക്വാർട്ടേഴ്സ്. അദ്ദേഹം ബ്രസൽസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഹബ്ബ്, യൂറോപ്യൻ യൂണിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയർസ് ഈസ് ഫസ്റ്റ് ഇംപ്രഷൻസ്, ദ സിറ്റി ഈസ് വെൽ ഓർഗനൈസ്ഡ്, ക്ലീൻ ആൻഡ് ബ്ലെൻഡ്സ് മോഡേൺ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആർക്കിടെക്ചർ ബ്യൂട്ടിഫുള്ളി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബെൽജിയത്തിൽ ലാൻഡ് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു ഇംപ്രഷൻ അദ്ദേഹം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സിറ്റി വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്, വെൽ ഓർഗനൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരേ സമയം അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരേ സമയം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആർക്കിടെക്ചർ ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ് ചെയ്തതായിട്ട് കാണാം. അതായത് ചില ഭാഗത്ത് മോഡേൺ ആർക്കിടെക്ചർ നമുക്ക് കാണാൻ കഴിയും, ചില ഭാഗത്ത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആർക്കിടെക്ചറൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോം നമുക്കവിടെ കാണാൻ കഴിയും. പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി ടു യൂസ്. അതുപോലെ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിലാണ്, വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ദ അറ്റ്മോസ്ഫിയർ ഫീൽസ് വൈബ്രൻറ്റ് ആൻഡ് വെൽക്കമിങ്. അപ്പോൾ ഈ ബെൽജിയത്തിലെ അറ്റ്മോസ്ഫിയർ വളരെയധികം വൈബ്രൻ്റ് ആണ്, അതുപോലെ വെൽക്കമിങ് ആണ്. സുജിത്ത് വിസിറ്റ് Grand Place, Groot Market, the most famous square in Brussels, known for its historical significance and stunning architecture. അപ്പോൾ അദ്ദേഹം ഗ്രാൻഡ് പ്ലേസ് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രോട്ട്
മാർക്കറ്റ് എന്നാണ്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് ബ്രസൽസിലുള്ള. അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് അത് അറിയപ്പെടുന്നത്. ഈ അഡ്മയേഴ്സ് ദ ornate buildings including town hall and guild hall which date back centuries. അതുപോലത്തെ അവിടുത്തെ ടൗൺ ഹാള്, അതുപോലെ ഗിൽഡ് ഹാൾസ്, ഇതൊക്കെ ഒരുപാട് സെഞ്ചുറീസ് മുന്നേ ഉള്ളതാണ്. പക്ഷേ അതൊക്കെ വളരെയധികം അഡ്മയർ ആയിട്ടുണ്ട് സുജിത് ഭക്തന്. ദ സ്ക്വയർ ഈസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ഹി ഷെയർസ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് അബൌട്ട് ഹിസ് ഇമ്പോർട്ടൻസ് ഇൻ ബെൽജിയൻ കൾച്ചർ. അതുപോലെ അവിടുത്തെ സ്ക്വയർ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അതിനൊരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ട്സുകളുണ്ട്. അതുപോലെ ബെൽജിയത്തിൻ്റെ കൾച്ചർ, ഇതൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഡു വിസിറ്റ് എ ഹിസ്റ്റോറിക് ചേർച്ച് ഇൻ ബെൽജിയം വിച്ച് ഫീച്ചേഴ്സ് ഇറ്റ്സ് ആർക്കിടെക്ചർ. അതുപോലെ അവിടെ ഒരു കത്തീഡ്രൽ സുജിത് ഭക്തൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. അതിൻ്റെ ആർക്കിടെക്ചർ ഒക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സുജിത് ദെൻ എക്സ്പ്ലോർസ് എ ഫേമസ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ബെൽജിയം. അതുപോലെ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. He shows how easy it is to navigate the train system in Belgium, making it a convenient option for travelers. അതുപോലെ ബെൽജിയത്തിലുള്ള ഒരു സവിശേഷതയാണ് ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ, ഈ ഒരു ട്രെയിൻ സിസ്റ്റം വളരെ ഈസി ആയിട്ട് അവിടുത്തെ ട്രാവലേഴ്സിന് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഈ ഹെഡ്സ് സ്ട്രീറ്റ് വാഫിൾ സ്റ്റാൾ where he orders freshly made Belgian waffles. അവിടെ അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വെഫിൾസ് കഴിക്കുക എന്ന് പറയുന്നത്. അവരത് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. വളരെയധികം ടേസ്റ്റി ആണെന്ന് പറയുന്നുണ്ട്. സുജിത് കൺക്ലൂഡ്സ് ഹിസ് 24-hour journey in Brussels by reflecting on his experiences, expressing appreciation for the city's rich history and welcoming ambience. അപ്പോൾ ഈ ഒരു 24-hour ജേർണി, ബെൽജിയത്തിലുള്ള ഈ ഒരു ജേർണി കൺക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അപ്രീസിയേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ടതിലൂടെ ഈ ഒരു സിറ്റിക്ക് ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട്, ഒരു വെൽക്കമിങ് ആംബിയൻസ് ഉണ്ട്, അതിനൊക്കെ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹി എൻകറേജസ് വ്യൂവേഴ്സ് ടു കൺസിഡർ ബ്രസൽസ് ആസ് എ ഡെസ്റ്റിനേഷൻ വർത്ത് എക്സ്പ്ലോറിങ് ഈവൻ വിത്തിൻ എ ലിമിറ്റഡ് ടൈം ഫ്രെയിം. അദ്ദേഹം വ്യൂവേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബെൽജിയത്തിലുള്ള ഈ ഒരു ബ്രസൽസ് ഒരു ആളുകൾക്ക് ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വേർത്തായിട്ടുള്ള ഡെസ്റ്റിനേഷനാണെന്ന് വ്യൂവേഴ്സിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്.